പ്രാഞ്ചിയേട്ടന്റെ സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും. കേരളക്കരയാകെ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമായിരുന്നു പ്രാഞ്ചിയേട്ടൻ. മമ്മൂട്ടിയുടെ നല്ലൊരു കഥാപാത്രമായിരുന്നു. അപ്പൊ ഈ പ്രാഞ്ചിയേട്ടന് കുറെ സ്വയം പൊങ്ങിയും അതേപോലെ തന്നെ അവാർഡിന് വേണ്ടിയിട്ടൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രാഞ്ചിയേട്ടന്റെ കേസിൽ നമ്മളെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതായത് ആ മനുഷ്യൻ ഒരു അവാർഡിന് വേണ്ടിയിട്ട് പേരിന് വേണ്ടിയിട്ട് പൈസയുണ്ട്, പേരിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. ഒന്നും ഫലവത്തായില്ല, അതൊന്നും അങ്ങോട്ട് ഏശിയില്ല. ആ ഒരു അവസ്ഥയിലോട്ടായി. അതേ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിലവിൽ ട്രംപ് എന്ന് പറയുന്ന മഹാൻ ഇരിക്കുന്നത്. ട്രംപിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം ഇതേപോലെ പ്രസിഡന്റ് ആയതിനു ശേഷം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു. രണ്ടാമത് വന്നപ്പോഴത്തേക്കും ലോകം മൊത്തം കീഴടക്കിയ ഒരു അവസ്ഥയാണ്. അതായത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ചിന്താഗതി ഉണ്ടല്ലോ, അമേരിക്ക എന്തോ വലിയ സംഭവമാണ്, അമേരിക്ക മൊത്തത്തില് ലോകത്തിനെ മൊത്തം നിയന്ത്രിക്കുന്നത്, ലോകത്തെ മൊത്തം കൊണ്ടു നടക്കുന്നത് അമേരിക്കയാണ് എന്നൊരു ഒരു ചിന്താഗതി എല്ലാവർക്കും ഉണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കുണ്ട്, പ്രത്യേകിച്ച് മലയാളീസിനും ഉണ്ട്. പക്ഷെ ട്രംപിനും ആ ഒരു ചിന്താഗതി ഉണ്ട് കേട്ടോ. ട്രംപ് വിചാരിച്ചേക്കുന്ന ലോകം മൊത്തം പുള്ളിയുടെ ഇതിലാണ്. അതേപോലെ തന്നെ ഇനിയിപ്പോ പുള്ളിക്ക് നേടാനുള്ളത് നോബൽ സമ്മാനമാണ്. അതും സമാധാനത്തിന്റെ നോബൽ സമ്മാനം നേടണം എന്നാണ് പുള്ളിയുടെ ആഗ്രഹം. പുള്ളിക്ക് അതിന് കൃത്യമായ ഒരു പ്ലാനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. രാജ്യങ്ങൾ തമ്മിൽ ഇപ്പൊ ഇസ്രായേലിന്റെ കേസിലാണെങ്കിലും അതേപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാന്റെ കേസിലാണെങ്കിലും ഒക്കെ കൃത്യമായി പുള്ളിയുടെ ഒരു ഇടപെടലോട് കൂടിയാണ് സമാധാനം വന്നതും യുദ്ധങ്ങൾ അവസാനിച്ചതും എന്ന രീതിയിൽ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വന്നു. കറക്റ്റായിട്ട് വന്നിട്ട് അവസാനം ഇന്ത്യ പാകിസ്ഥാന്റെ കേസിൽ വന്നപ്പോൾ പാകിസ്ഥാൻ പരസ്യമായിട്ട് തന്നെ പറഞ്ഞു ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കണം, അതായത് അദ്ദേഹമാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞു. ഇന്ത്യയുടെ കേസിൽ ഏകദേശം ഒരു 30 തവണയോളം പറഞ്ഞു ട്രംപാണ് ഈ യുദ്ധം അവസാനിപ്പിച്ചത്, ട്രംപിന്റെ ഇത്. പക്ഷെ ട്രംപിന്റെ എന്തോ ഒരു ഇടപെടൽ അതിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് ഇന്ത്യക്ക് പരസ്യമായിട്ട് പറയാനും എടുക്കാനും ഒരു മടി കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യ ആ ഒരു രീതിയിൽ വന്നില്ല. നരേന്ദ്രമോദിയും ട്രംപുമായിട്ട് നല്ല സുഹൃത്തുക്കളായിരുന്നു. 2019 ടൈമിലൊക്കെ മോദി അങ്ങോട്ട് പോന്നു, മോദി അവിടെ വെച്ചിട്ട് ഇത് ചെയ്യുന്നു, ഒരു സമ്മേളനമൊക്കെ വിളിച്ചു കൂട്ടി മോദിക്ക് ഒരു അനുമോദനം കൊടുക്കുന്നു. അതേപോലെ ട്രംപിനെ നമ്മുടെ നാട്ടിലോട്ട് വിളിക്കുന്നു, ഇതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു, നല്ല രീതിയിലുള്ള ഒരു ബന്ധവും കാര്യങ്ങളും പോരുന്നു. ഏകദേശം ട്രംപ് മോദിയൊക്കെ നമുക്ക് ഒരേ രീതിയിലുള്ള മീൻസ് ഇങ്ങനത്തെ പൊങ്ങച്ചത്തിന്റെ കാര്യമല്ല പറഞ്ഞു, അല്ലാതെ ഒരു രീതിയിലാണ്, ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. നല്ല ഫ്രണ്ട്സ് ആണ് എന്ന് അവർ തന്നെ പറയുമായിരുന്നു. ആ ഒരു അവസരം വന്ന് ഈ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു വാർ കഴിഞ്ഞതിന് ശേഷം, ആ ഒരു വാർ അവസാനിച്ചതിന് ശേഷം ആണ് ആ ബന്ധം ഒന്ന് വഷളായി തുടങ്ങിയത്. ഇന്ത്യ അമേരിക്കയുടെ ഇടപെടലില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നെ ഉറച്ചു നിന്നു. അവിടെ തൊട്ട് ട്രംപിന് തിരിഞ്ഞു. കാര്യം ട്രംപിന് നോബൽ സമ്മാനം വേണമല്ലോ, ആ നോബൽ സമ്മാനത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അവസാനം ഇപ്പോൾ ട്രംപ് കൊണ്ടുവന്നേക്കുന്ന ഇന്ത്യക്ക് ഒരു മറുപടി കൊടുക്കണം, അതായത് റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ ഇടപെടൽ എങ്ങനെയും കുറയ്ക്കണം, മൊത്തത്തിൽ അമേരിക്കയുടെ കയ്യിൽ തന്നെ നിൽക്കണം. ഇന്ത്യക്ക് ഒരു ഇമ്പോസ് ചെയ്തു, ഒരു ടാക്സ്, ഒരു 50% ടാക്സ് ഇമ്പോസ് ചെയ്തു. അതെന്താണ് എന്ന് ഒരുപാട് പേര് ഇതേപോലെ ചോദിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നിലവിൽ ഒരു ഇന്ത്യൻ പ്രോഡക്റ്റ് അമേരിക്കയിൽ നമ്മൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 10 രൂപ വരുന്ന ആ പ്രോഡക്റ്റിന് ടാക്സോടെ സഹിതം 15 രൂപയാകും. അതായത് 50%, 10ന്റെ 50% എന്ന് പറയുമ്പോൾ 5 രൂപയാണ്. 5 രൂപ കൂടി ഇമ്പോസ് ചെയ്തിട്ട് 15 രൂപയ്ക്ക് വിൽക്കേണ്ടി വരും. അതേ ടൈമിൽ തന്നെ മറ്റ് ഇതും, അതായത് മറ്റ് രാജ്യങ്ങളുടെ, എസ്പെഷ്യലി ഈ പ്രോഡക്റ്റിനെല്ലാം ചൈനീസ് പ്രോഡക്റ്റ് ഉണ്ട്, അതേപോലെ മറ്റ് രാജ്യങ്ങളിലെ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സെയിം സാധനം അത്ര റേറ്റ് ആവത്തില്ല. അപ്പൊ ആ മാർക്കറ്റ് ഇത് വരും, ഇന്ത്യൻ പ്രോഡക്ട്സിന്റെ വാല്യൂ കുറയും എന്ന രീതിയിലാണ് ആ ഒരു സംഭവം ഇമ്പോസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടുണ്ടാവുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കയിലെ ഇന്ത്യൻ പ്രോഡക്ട്സിന്റെ ഡിമാൻഡ് കുറയും, ഇന്ത്യൻ കമ്പനികളെ ബാധിക്കും, മീൻസ് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാനുള്ള ആ ഒരു സാധ്യത കുറയും, ഇന്ത്യൻ ഗവൺമെന്റിനുള്ള വരുമാനം കുറയും. അങ്ങനെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് ഉണ്ടാവാൻ പോകുന്നത്. സോ ഈ കാര്യമാണ് ഇവിടെ ട്രംപ് മനസ്സിൽ കണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യ ട്രംപിന് വേണ്ടിയിട്ട് വഴങ്ങണം, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് വഴങ്ങണം.
അതിനകത്തിൽ ഇന്ത്യൻ പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനമന്ത്രി എടുത്തിരിക്കുന്നത് വളരെ വളരെ കറക്റ്റ് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ റഷ്യയുമായിട്ടുള്ള ബന്ധം കുറച്ചുകൂടി ഇതായി. ഇപ്പം പുടിനെ വിളിച്ചിട്ട് കൃത്യമായിട്ട് തന്നെ ട്വിറ്ററിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു നിലപാട് വ്യക്തമാക്കി റഷ്യയുമായിട്ടുള്ള ബന്ധം കുറച്ചുകൂടി ഊഷ്മളമാക്കാൻ വേണ്ടിയിട്ട് നിന്നു. അമേരിക്കയുടെ ഇതിൽ നമ്മൾ തല കുലിച്ച് കൊടുക്കൂല, അമേരിക്കയുടെ വാശിക്കോ അമേരിക്കയുടെ ചൊൽപ്പടിക്കും നിൽക്കേണ്ട രാജ്യമല്ല. നമ്മുടെ രാജ്യം ഏകദേശം അമേരിക്കക്കാട്ടിലും 100 കോടി പോപ്പുലേഷൻ എക്സ്ട്രാ ഉള്ള, അതായത് 140 കോടിയോളം നമുക്ക് പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ 40 കോടി താഴെയുള്ള അമേരിക്കയുടെ പോപ്പുലേഷൻ. അങ്ങനെ അമേരിക്ക അത്ര വലിയ സംഭവം ഒന്നും അല്ല എന്ന് കാണിച്ചു കൊടുക്കുകയും, അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും വലിയൊരു മാർക്കറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ അത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ അത്രയും വലിയൊരു മാർക്കറ്റും കാര്യങ്ങളും ഒന്നുമില്ല. അമേരിക്കൻ പ്രോഡക്ട്സിനെ അത് കാണിച്ചു കൊടുക്കും എന്ന രീതിയിൽ തന്നെയാണ് മോദി മുമ്പോട്ട് പോയിരിക്കുന്നത്. മോദിയുടെ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ്. ആദ്യമായിട്ടാണ് ഈ ഒരു ഇത്രയും നാൾക്ക് ശേഷം മോദി കൃത്യമായിട്ട് അമേരിക്കക്കെതിരെ, ഇത്രയും വൈകി എന്താണെന്ന് എനിക്കറിയത്തില്ല, അതിന് എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവും, പക്ഷെ ഇപ്പൊ കൃത്യമായിട്ട് തന്നെ സംസാരിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി എങ്ങനെ സംസാരിക്കണോ അതേ രീതിയിൽ തന്നെ കാര്യം സംസാരിച്ചു. അത് പ്രശംസനീയമാണ്. ഞാൻ പല കാര്യങ്ങളിലും എതിർത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പല ആശയങ്ങളിലും പല സ്റ്റേറ്റ്മെന്റിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിലവിലെടുത്തിരിക്കുന്ന കാര്യം വളരെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ രീതിയിൽ തന്നെ ഒരു മറുപടി അയാൾ അർഹിക്കുന്നുണ്ട്. കാര്യം അയാൾ ഒരു പ്രാഞ്ചിയേട്ടൻ തന്നെ, ഞാൻ ആദ്യം പറഞ്ഞൊരു പ്രാഞ്ചിയേട്ടൻ തന്നെ, വലിയ സംഭവം ഒന്നുമില്ല പുള്ളിക്ക്. ഇങ്ങനെ ഈ അവാർഡും കാര്യങ്ങളൊക്കെ വേണം, അതിന് വേണ്ടിയിട്ട് കുറെ മണ്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കാം. അപ്പൊ അമേരിക്കയിലെ ബാക്കിയുള്ളവർ തന്നെ പറയുന്നുണ്ട് ഇതൊരു മണ്ടൻ തീരുമാനമാണ്, ഇന്ത്യയെ തൊട്ട് കളിക്കുന്നത് അവരുടെ രാജ്യത്തിന് തന്നെ നല്ലതല്ല. ഇത്രയും നല്ലൊരു മാർക്കറ്റ്, ഇപ്പൊ ലോകത്തിലെ ഒരു 5ാമത്തെ സ്ഥാനത്താണ് സാമ്പത്തിക വ്യവസ്ഥയിൽ ഇന്ത്യ നിൽക്കുന്നത്. അത് ഉടനെ തന്നെ ഒരു 3-ലോട്ടൊക്കെ എത്തുന്ന ലെവലിലോട്ടാണ് ഇന്ത്യയുടെ ഒരു ഫ്ലോ പോയിരിക്കുന്നത്. അതിനനുസരിച്ച് നമ്മുടെ GDP റേറ്റും കാര്യങ്ങളൊക്കെ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ടൈമിൽ ഈ ഒരു സംഭവം വളരെ മോശം. ഇപ്പൊ ഇന്ത്യയുടെ ഒരു ഇത് നോക്കി കഴിഞ്ഞാൽ 1991 നമ്മൾ മറ്റേ ഗ്ലോബലൈസേഷനും ലിബറലൈസേഷനും ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ഒരു വലിയൊരു മാർക്കറ്റ് ആയിട്ട് വന്നു. അത് അന്നത്തെ ഏറ്റവും ബ്രേവായിട്ടൊരു തീരുമാനമായിരുന്നു അത്. അതിനുശേഷം ഇപ്പൊ 2007 അത്രയും കൊളാപ്സ് ഉണ്ടായ ടൈമിൽ പോലും ഇന്ത്യൻ സാമ്പത്തിക ഘടന മാത്രം പിടിച്ചു നിന്നു, ഒരു പ്രശ്നമില്ലാതെ പിടിച്ചു നിന്നു. അതൊക്കെ അന്ന് ഫിനാൻസ് മിനിസ്റ്റർ മൻമോഹൻ സിംഗിന്റെ ഒക്കെ ഇടപെടലൊക്കെ വളരെ മികച്ച ഇടപെടലായിരുന്നു. അതിനുശേഷം ഇപ്പം ലോക രാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാവുന്ന ഒരു തീരുമാനത്തിലോട്ടാണ് നിലവിൽ ഇപ്പൊ ഇന്ത്യ എത്തിനിൽക്കുന്നത്. അപ്പൊ ഈ ഒരു 3 ആണ് ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ സാമ്പത്തിക രീതിയിൽ ഒരു സാമ്പത്തിക യുദ്ധം തന്നെയാണ്, ഒരു ആ രീതിയിലൊരു വാർ തന്നെയാണ് ഇപ്പൊ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകണമെങ്കിൽ ഇന്ത്യക്ക് സുഖമായിട്ട് തന്നെ ജയിക്കാൻ പറ്റും. ഇതിനകത്തില് അവസാനം അദ്ദേഹം, അതായത് ട്രംപ് തീരുമാനം മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് വരുന്നത്. ഏതായാലും നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യം മുമ്പോട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിനെ പാകിസ്ഥാൻ ഇന്ത്യ വാറിൽ ഉണ്ടായ ആ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒക്കെ പേരിൽ കുറെ ഇത് നടക്കുന്നുണ്ട്. അന്നേരമൊക്കെ നമ്മൾ തലകുനിച്ച് ഒരു വല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റും വല്ലാത്തൊരു സ്ഥിതിയിലുമായിരുന്നു നിന്നത്. അവിടെ നിന്ന് ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന മൂവ് അതുവരെ ഉണ്ടായ കളങ്കം എല്ലാം മാറ്റിമറിക്കുന്ന രീതിയിൽ നല്ലൊരു മൂവാണ്. ഇതേ രീതിയിൽ തന്നെ മുമ്പോട്ട് പോവാ. നമ്മുടെ രാജ്യം സത്യം പറഞ്ഞാൽ നമ്മള് അവരെക്കാട്ടിലും എല്ലാ രീതിയിലും, പോപ്പുലേഷനിലും എല്ലാ രീതിയിലും അവരെക്കാട്ടും മേളിൽ നിൽക്കുന്നതാണ്. അമേരിക്ക ഒന്നും വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാവും ലോകത്തിലെ ഒന്നാം രാജ്യം. സാമ്പത്തിക ഘടനയിലായാലും എല്ലാ രീതിയിലും ഒന്നാം രാജ്യം ആവാനുള്ള കപ്പാസിറ്റി നമ്മുടെ രാജ്യത്തിനുണ്ട്. ആ ലെവലിലോട്ട് എത്താൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇവന്റെ ചെപ്പടി വിദ്യക്കൊന്നും നിൽക്കാതെ നമ്മൾ നമ്മുടെ രീതിയിൽ തന്നെ മുമ്പോട്ട് പോയി സ്റ്റേറ്റ്മെന്റിൽ തന്നെ മുമ്പോട്ട് പോവാ. നമ്മുടെ ഇന്ത്യക്കാരായുള്ള എല്ലാവരും ഇതിനകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയോ അല്ലെങ്കിൽ ഇതിനെ ഒന്നും പറയാത്ത രീതിയിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്ന് മുന്നേറേണ്ട ഒരു സമയമാണിത്. എന്തായാലും പ്രാഞ്ചിയേട്ടന് അവാർഡ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് എന്തായാലും നോക്കിക്കാണാം. ഞാനും അത് കാണാൻ വേണ്ടിട്ട് ഇനി അയാളുടെ അടുത്ത പരിപാടി എന്താണ്, അയാൾ ഇനി അടുത്ത എന്താണ് നോക്കുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്നാലും അത് നമുക്ക് കാണാം. അടുത്തൊരു സ്റ്റേറ്റ്മെന്റും അടുത്തൊരു ട്വീറ്റും ഒക്കെ ആയിട്ട് മോദിയെ ഞാൻ ഇന്ത്യ നശിപ്പിക്കുമെന്നോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇപ്പൊ വരും. എങ്ങനെയും ഒക്കെ പിടിച്ചു കിട്ടണമല്ലോ. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടാതെ അയാൾക്ക് സമാധാനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കിട്ടുന്നെങ്കിൽ ഞാൻ കിട്ടിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മളെ ദ്രോഹിക്കായിരുന്ന കാര്യം അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
മറ്റുള്ളവരിലോട്ട് ഈ ഒരു സംഭവം എത്തിക്കാനും നിങ്ങൾ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം കൂടെ ഉണ്ടെങ്കിൽ ഇതുപോലത്തുള്ള നല്ല എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഉടനെ നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും. സോ വീണ്ടും കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.